നമസ്കാരം. ഇടത്തെ നെഞ്ചിൽ നിന്ന് ഉരഞ്ഞു കത്തുന്ന തീ പോലെ ഒരു വേദന ഇന്ന് പങ്കുവെച്ച് കണ്ടു. അതിജീവിതയുടെ ഭാഗത്തു നിന്നാണ്. ഒപ്പം ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യരും ഇന്ന് നീതി കിട്ടിയില്ല എന്ന് പൊതുസമൂഹത്തോട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 8.5 വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വരുന്നത്. ആ വിധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിജീവിത ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന, അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്ന അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് മലയാളി മനസാക്ഷിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു അതിജീവിത ആയ പെൺകുട്ടിക്ക് നിയമ സംവിധാനം അവരോട് നീതി കാണിച്ചില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? മുൻപും പല അഭിമുഖങ്ങളിൽ അവർ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. 10-15 ദിവസം പ്രതിഭാഗം അഭിഭാഷകരുടെ മുന്നിൽ ഇരുന്ന് കൊടുത്ത സമയത്ത് ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം എനിക്കുണ്ടായി എന്ന്. അങ്ങനെ നിയമം രക്ഷിക്കും, അല്ലെങ്കിൽ നിയമം മാത്രമാണ് ആശ്രയം എന്ന് വിചാരിച്ചു വരുന്ന മനുഷ്യർക്ക് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തേക്കുള്ള പീഡനം, വേദന നൽകിയിട്ടാണോ നിയമം ഒരു വിധിയിലേക്ക് എത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ശരി, 1800-ൽ പരം പേജുകളുള്ള വിധിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കീറിമുറിക്കലുകളുണ്ട്. വിധി പറയുന്നത് കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകളുടെ മുന്നിൽ മാത്രമാണ് എന്ന വാദങ്ങളുണ്ട്. ശരി, ഇതെല്ലാം കൃത്യമാണ്. പക്ഷേ ഒരു ട്രയൽ എന്ന് പറയുന്ന സംവിധാനം അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്ന സംവിധാനമുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ കഴിയില്ല ഈ വൈകുന്നേരം. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നതാണ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസമാണ്. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. പെട്ടെന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ വരികയും ആ വിഷയത്തിലേക്ക് നമ്മൾ വരികയും ചെയ്തത്. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അഡ്വക്കേറ്റ് ബീന പിള്ള, ഡോക്ടർ മാളവിക ബെന്നി, അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ വെങ്ങാനൂർ, ശരി, കഴിഞ്ഞ ദിവസം വിധി വന്നു, നമ്മളെല്ലാവരും വിശദമായി ചർച്ച ചെയ്തു. ഒരു വിധി എങ്ങനെയാണോ, ഇപ്പോൾ ആ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ജഡ്ജി തന്നെ പറയുന്നുണ്ട് എല്ലാത്തിനും മറുപടി ഉണ്ടാകും എന്നുള്ളത്. അത് ആ കേസുമായി ബന്ധപ്പെട്ടാണ്. സമീപനം എന്നതിനെക്കുറിച്ച് അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് പരാതി ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നിയമത്തിൽ ഉണ്ടാകാമോ? സുപ്രീം കോടതി തന്നെ ഈ തരത്തിലല്ല ട്രയൽ ഉണ്ടാകേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിയമത്തിലുണ്ടാകാമോ എന്ന് ചോദിച്ചാൽ നിയമത്തിലുണ്ടാകില്ല. പക്ഷേ ആ നിയമം പ്രയോഗിക്കപ്പെടുന്നതിനിടയിൽ ഉണ്ടാകാം. അത് 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. അതായത് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്തി ഞങ്ങൾ എന്ത് തരം സംഗതി ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എത്തിച്ചാലും കോടതി ഒരു പ്രത്യേക തരത്തിൽ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കണക്കിന് തെറ്റാണ്. 2, എന്ത് തരം മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും ഞാൻ ഇത്തരത്തിൽ മാത്രമേ വിധി പറയൂ എന്ന് ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ ചിന്തിക്കുന്നതും തെറ്റാണ്. അപ്പോൾ നിയമത്തിൻ്റെ പ്രശ്നമല്ല, ആ നിയമം പ്രയോഗിക്കുന്നതിൽ ആദ്യം അന്വേഷണ ഏജൻസികൾക്കും പിന്നീട് ആ നിയമത്തിൻ്റെ പരിരക്ഷ നൽകേണ്ടുന്ന കോടതികൾ അത് ഉപയോഗിക്കുന്നതിൽ വരുന്ന പാകപ്പിഴയുമാണ് ഇതിൽ വരുന്നത്. ഞാൻ ചോദിച്ചത് ആ വിധിയെക്കുറിച്ചല്ല, ഒരു വരി പോലും ഞാൻ ആ വിധിയെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ട്രയൽ സംവിധാനം, വിസ്താരം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്ന സമയത്ത് ഇന്നിപ്പോ നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് നീണ്ട നിയമയുദ്ധത്തിന് ശേഷം ഒരു ഇരയ്ക്ക് തോന്നുന്ന സംവിധാനം എങ്ങനെയാണ്? അല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ക്രോസ് എക്സാമിനേഷന്റെ ലെങ്ത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ പറയുന്നത്. ലെങ്ത് തീർച്ചയായിട്ടും ഞാൻ ആ പദപ്രയോഗം തന്നെ ഉപയോഗിക്കുകയാണ്. കാരണം ഒരു അഭിഭാഷകന് ഒരു സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ചില മിനിമം മെറ്റീരിയൽസ് ആ കേസിൽ ഉണ്ടാകണം. അഥവാ ചോദിക്കുന്നിടത്തോളം കുഴപ്പമായി മാറുമെന്നുണ്ടെങ്കിൽ സാധാരണ നല്ല ക്രിമിനൽ അഭിഭാഷകരൊക്കെ തന്നെ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ അവസാനിപ്പിക്കലാണ് പതിവ്. അപ്പോൾ 2 തരം സാഹചര്യത്തിലാണ് ക്രോസ് ലെങ്തി ആയിട്ട് പോകുന്നത്. ഒന്ന്, എന്തും ചോദിക്കാൻ കോടതി മൗനാനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യം. 2 എന്ന് പറഞ്ഞാൽ ആ സാക്ഷിയെ, അഥവാ അത് വിക്ടിമാണെങ്കിൽ പോലും സാക്ഷിയാണ്, അത് ആ വിക്ടിമിനെ അഥവാ സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടുന്ന തരം മെറ്റീരിയലുകൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന പിഴവുകളുടെ ഭാഗമായി എത്തിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒന്നുകിൽ പിഴവുകളുടെ ഭാഗമായുള്ള സംഗതി, അതല്ലെങ്കിൽ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ 2 തരത്തിലുള്ള സാഹചര്യത്തിലാണ് അഭിഭാഷകരുടെ ക്രോസ് വിസ്താരം നീണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള കോംപ്രമൈസുകളും
പോളിഷിങ്ങും ഷേപ്പിങ്ങും ഒക്കെ നടന്നൊരു കേസാണ് എന്നൊരു സംശയം അത്യാവശ്യം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആർക്കും തോന്നിച്ചിട്ടുള്ള ഒരു കേസായതുകൊണ്ട് ഇത് മെറ്റിക്കുലസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല പ്രതിഭാഗം അഭിഭാഷകർക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്രോസ് എക്സാമിനേഷന് സാഹചര്യം ഒരുക്കിയത്. മറിച്ച് ഇത്തരത്തിലുള്ള ഈ സ്വന്തം നിലയ്ക്കുള്ള കൂട്ടിച്ചേർക്കലുകളും ഇളക്കിമാറ്റലുകളും ഒക്കെ ഒരുപാട് ജഡ്ജിയെ മാറണമെന്ന ആവശ്യവുമായി അതിജീവിത കോടതിയെ സമീപിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ട്രയൽ പൂർത്തീകരിച്ച് വിധി പറയണമെന്ന നിർദ്ദേശമാണ് കോടതി അടക്കം നൽകിയത്. ആ ആവശ്യം പരിഗണിക്കാതെ അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്നതിനപ്പുറത്തേക്ക് അങ്ങ് ആ വാക്കാണ് ഉപയോഗിച്ചത് എങ്കിലും ഈ കേസിൽ എന്തുകൊണ്ട് എനിക്ക് നീതി കിട്ടിയില്ല, എന്തുകൊണ്ട് ട്രയൽ കോടതിയിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ കാര്യമായി എന്ന് എണ്ണി പറയുന്നുണ്ട് ഇന്ന് അതിജീവിത പോസ്റ്റിൽ. അത് എനിക്ക് അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, പബ്ലിക് പ്രോസിക്യൂട്ടർമാരടക്കം രാജിവെച്ചു പോകേണ്ടുന്ന സാഹചര്യമുണ്ടായി, ശത്രുതാപരമായി പെരുമാറുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ രാജി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിൽ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ശ്രീ വെങ്ങാനൂർ, അതായത് നാളെ എനിക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, പെൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ നിയമം അവിടെ പോയാൽ ഒരു നീതി കിട്ടില്ല എന്ന നിലപാട് ഉണ്ടാകുന്നത് ഖേദകരമല്ലേ? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അതായത് ഞാനൊരു വാദിയായി കോടതിയിൽ പോവുകയും ഞാൻ എൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുകയാണ്. ആ സാഹചര്യമല്ല ഈ കേസിലുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നേരിട്ട് പോയി പരാതി കൊടുത്ത് എൻ്റെ തെളിവുകളും എൻ്റെ സാക്ഷികളെയും ഒക്കെ ഞാൻ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ മൊഴി കൊടുത്തൊരു സാഹചര്യമല്ല. മറിച്ച് ഞാൻ പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഒരു സോ കോൾഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സംഗതിയാണ്. അതിൻ്റെ മെറിറ്റേ കോടതിക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. പോലീസ് ഹാജരാക്കിയ സംഗതികൾ എത്രത്തോളം റിലയബിൾ ആണ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ കോടതികൾ ഏത് വഴിക്ക് പോകണം എന്നതിനെ കുറിച്ച് അതിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന് വിശ്വാസപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ? ഇത് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് ആ പെൺകുട്ടിക്ക് നിരന്തരം ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഒരുപക്ഷെ 100% കോടതിയെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. ഞാൻ ആ പ്രൊസീഡിങ്സ് കണ്ടിട്ടുമില്ല. പക്ഷേ എന്ത് തരം സംഗതികളാണെങ്കിലും കോടതി ഒരു പ്രത്യേക തരത്തിൽ മാത്രമേ പെരുമാറാവൂ എന്ന് പ്രോസിക്യൂട്ടറോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ വാശി പിടിക്കരുത്. അതുപോലെ തന്നെ ഈ അതിജീവിത ഈ കേസിലല്ല, ഞാനാണെങ്കിൽ പോലും എനിക്കും വളരെ പേഴ്സണലായി നേരിട്ടിട്ടുള്ള പല അനുഭവങ്ങളുമുണ്ട്. അതിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ലാച്ചസിനൊക്കെ കോടതിയിൽ നിന്ന് പരിഹാരം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ തന്നെ വാദിയായി എനിക്ക് ഈ നമ്മുടെ ഈ എലവേറ്റഡ് ഹൈവേ പണി നടക്കുന്ന അരൂർ ഭാഗത്ത് വെച്ചുണ്ടായൊരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാർജ് ഷീറ്റിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ്റെ ഒരു പേരും ഉത്തർപ്രദേശ് എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞാലും ആ കേസിൽ സമൻസ് അയക്കുകയോ അയാൾ കൈപ്പറ്റുകയോ വിചാരണ തുടങ്ങുകയോ ചെയ്യില്ല. 10 വർഷമായി മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ്റെ കേസ് പെൻഡിംഗ് ആണെന്ന് ഞാൻ മജിസ്ട്രേറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതുപോലെയാണ് പല കാര്യങ്ങളും. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യണം. സുപ്രീം കോടതി നിർദ്ദേശമടക്കമുള്ളത് കോടതി അന്തരീക്ഷം അതിജീവിതകൾക്ക് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് അങ്ങയോട് നിരന്തരം ചോദിക്കുകയും ചെയ്തത്. ശ്രീ വെങ്ങാനൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ, ഇന്നിപ്പോ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. എന്തുകൊണ്ട് ഈ സംവിധാനം എല്ലാവർക്കും തുല്യരാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നില്ല എന്ന കാര്യങ്ങൾ എണ്ണി പറയുന്നു. നടി മഞ്ജു വാര്യർ കോടതിയോടുള്ള എല്ലാ ആദരവും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് ആസൂത്രണം ചെയ്തവരാണോ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം അമ്മയുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ നടി മഞ്ജു വാര്യർ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിടത്തു നിന്നാണ് ഈ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗൂഢാലോചന സംബന്ധിച്ച് നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കി പുറത്തു വന്ന് ആദ്യം പറയുന്ന പേര് നടി മഞ്ജു വാര്യരുടേത് തന്നെയാണ്. അവർ തന്നെയാണ് ഇന്ന് ആ വാക്കുകൾ ആവർത്തിക്കുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്, ഇത് ആസൂത്രണം ചെയ്തവർ അവർ ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത്. എല്ലാ പൗരന്മാരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും നിയമത്തിന് മുന്നിൽ തുല്യരല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമത് അതിജീവിത പറയുന്ന കാര്യം. രണ്ടാമത്, എനിക്ക് എന്തുകൊണ്ട് ട്രയൽ കോടതിയിൽ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു? എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തില്ല. അതായത് റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, എന്ന സംഗതി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്. അപ്പോൾ എൻ്റെ അന്തസ്സിനെ കെടുത്തുന്ന, എൻ്റെ നേരെ നടത്തിയ അതിക്രമം മുഴുവനും വീഡിയോഗ്രാഫ് ചെയ്തിട്ട് അത് എവിടെയോ ആരുടെയോ കയ്യിലാണ് എന്ന സംഗതി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് വേറെ രീതിയിൽ ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടത് ഒരു ഫെയർ ട്രയൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.
അവർ പറയുന്നു എനിക്കൊരു ഫെയർ ട്രയൽ കിട്ടിയിട്ടില്ല. നോക്കൂ, അവർ പറഞ്ഞാൽ പിന്നെ അതാണ് ഒരു അതിജീവിത പറയാണ് എനിക്ക് ഫെയർ ട്രയൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിധി വന്നതിന് ശേഷം മാത്രമല്ല, ഈ ട്രയൽ നടക്കുന്നതിനിടയിൽ തന്നെ രാജ്യത്ത് സമീപിക്കാവുന്ന എല്ലായിടത്തും ഈ ഒരു അവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു മാറ്റമുണ്ടായില്ല. അതെ അവരുടെ 2 പ്രോസിക്യൂട്ടർമാർ മാറിപ്പോയതും, അവർക്ക് വക്കീലില്ലാത്ത അവസ്ഥ വന്നതും, അവർ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററിനും കത്തെഴുതിയതും, അവർ ഹോണറബിൾ ഹയർ കോടതികളെ സമീപിച്ചതും, ഈ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും, ഗതികെട്ട അവസാനം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയൂ, എനിക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട. എന്തിനാണ് ഇന്ത്യയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വച്ചിരിക്കുന്നത്? വിക്ടിമിൻ്റെ പ്രൈവസിയെ സംരക്ഷിക്കാൻ. വിക്ടിം പറയുന്നു എനിക്ക് അങ്ങനെ പ്രൈവസി വേണ്ട, ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എനിക്ക് ഫെയർ ട്രയൽ നൽകുന്നില്ല, ഐ ആം ഗെറ്റിംഗ് ഇൻറ്റിമിഡേറ്റഡ്, ഞാൻ ഭയപ്പെടുന്നു, ഞാനൊരു അക്യൂസ്ഡിനെ പോലെ നിൽക്കുന്നു, ഞാൻ കുറ്റവാളിയല്ല എന്ന് പറയേണ്ട അവസ്ഥ വരുന്നു എന്നൊക്കെ അവർ പറയുന്നത് കണ്ടില്ലേ. ഒപ്പം തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ സെൻസിറ്റൈസേഷനാണ്. ഏത് രീതിയിലാണ് ഇത്രയും വലിയൊരു സെൻസറിങ് ആയിട്ടുള്ള ഒരു കേസായി മാറുന്നത്? അത് വലിയ വിഷയമാണ്. അത് ഓൾറെഡി ആയിക്കഴിഞ്ഞ മാറ്ററാണ്. അപ്പോൾ ഇവിടെ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആരുടെ പ്രൈവസിയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അക്യൂസ്ഡിൻ്റെ പ്രൈവസി മാത്രമേ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. കാരണം ഈ നടിയെ സംബന്ധിച്ചോളം അവർ ഓപ്പണായിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്, അവർ അതിജീവിതയാണെന്ന് പറയുന്നുണ്ട്, വിധി വരുന്നേക്കാൾ മുൻപ് തന്നെ അവർ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാതിരുന്ന് എന്തോ എവിടെയോ നടക്കുന്നു, അവർ പോലും അറിയാതെ പല കാര്യങ്ങളും കോടതിയിൽ നടക്കുന്നു. അവരുടെ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതും, മെമ്മറി കാർഡ് തന്നെ ഇവിടുന്ന് മാറി വേറെ എവിടേക്കോ ഏതൊക്കെയോ വിവോ ഫോണിലൊക്കെ ഇട്ടതും ഒക്കെ ആശങ്കയുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് 1.5 കൊല്ലത്തോളം പൂഴ്ത്തി വെച്ചതും പല വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നിനും ലെഫ്റ്റ് അൺആൻസേർഡ് എന്നുള്ള അവസ്ഥയിലാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരങ്ങൾ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയ നീതി നിഷേധമാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയൊരു നീതി നിഷേധം വന്നു. പിന്നെ എന്താ ഉള്ളത്? കൃത്യമായി തന്നെ ശിക്ഷയുടെ കാര്യം നോക്കുമ്പോൾ ശിക്ഷ എന്തിനാ 4 സമയമുണ്ടെന്ന് വിചാരിക്കണം. ഇതുകൂടി പറഞ്ഞു പോട്ടെ. എന്താ വെച്ചാൽ തിയറി ഓഫ് പണിഷ്മെൻറ്റിലെ ആദ്യം തന്നെ ഒരു കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് മറ്റുള്ള ആളുകളിലേക്ക് ഒരു മെസ്സേജാണ്. ഡെറ്ററൻറ്റ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. നോക്കൂ, കുറ്റം ചെയ്താൽ ഇത്രയും ഗ്രേവ് ഹീനിയസ് ക്രൈം ചെയ്താൽ ഇത്ര അധികം വലിയ ശിക്ഷ കിട്ടും എന്ന് പറയുമ്പോൾ വെറും 12 കൊല്ലം, 8 കൊല്ലം മൈനസ് ഇത് വെറും 12 കൊല്ലം, 50ാമത്തെ വയസ്സിൽ ആരോഗ്യത്തോടെ നമ്മുടെ ബിരിയാണി നമ്മുടെ ചപ്പാത്തിയും കഴിച്ച് ഉഷാറായി പുറത്ത് വന്ന് അടുത്ത ക്രൈം ചെയ്യാൻ റെഡി ആവുന്ന പദത്തിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഒരു ഡെറ്ററൻറ്റ് എഫക്റ്റ് ഈ ശിക്ഷയ്ക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ, എൻ്റെ നേരെ ഒരാൾ അതിക്രമം ചെയ്താൽ എനിക്ക് അയാൾ തിരിച്ചടിക്കണം. അതിനാണ് ഞാൻ നീതിപീഠത്തിലേക്ക് പോകുന്നത്. അതിനാണ് സ്റ്റേറ്റ്, മൈറ്റി സ്റ്റേറ്റ് എനിക്ക് വേണ്ടിയിട്ട് പോലീസിനെ വെച്ച് കേസ് അന്വേഷിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രോസിക്യൂഷനെ വെക്കുന്നതൊക്കെ. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല, അവരൊരു അടി പോലും തിരിച്ചടിക്കാൻ പറ്റുന്നില്ല നിയമത്തിന് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അച്ഛന് അയാളെ വെറുതെ വിട്ട സമയത്ത് പോയി അയാളെ കൊല്ലുന്നൊരു സംഗതി ഉണ്ടായത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നുള്ള സംഗതി മാറ്റിയിട്ട് അത് സ്റ്റേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇവിടെ ചെയ്യുന്നില്ല. അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി നിഷേധം വന്നിരിക്കുകയാണ്. സെക്കൻഡ് തിയറി ഓഫ് പണിഷ്മെന്റ്. മൂന്നാമത്തെ തിയറി പ്രിവെന്റീവ് ജസ്റ്റിസ്, പ്രിവെന്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ്. എവിടെ പ്രിവെൻഷൻ ഉണ്ടാവുന്നത്? 4 കൊല്ലം 6, 8, 12 കൊല്ലം ഇങ്ങനെ പുറത്തിറങ്ങാണ് ഇവന്മാരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ക്രൈം ചെയ്യില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവരൊക്കെ തന്നെ വളരെ റെഡി ആയിട്ടാണ്. അപ്പോൾ 4 തിയറി ഓഫ് പണിഷ്മെന്റ്, 3 തിയറി ഓഫ് പണിഷ്മെന്റ് പൊളിഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ തിയറിയാണ് റീഫോർമേറ്റീവ് തിയറി. ഇവർ മാറി വന്ന് നല്ല മനുഷ്യന്മാരായി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ പെരുമാറും. ഇവർ ആൻറ്റിസിഡൻസും ഇവർ പ്രീസിഡൻസും ഇവരുടെ മൊത്തം സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1ാം പ്രതിയെ തന്നെ കൃത്യമായി പരിശോധിക്കാൻ മനസ്സിലാവും ഇയാളുടെ കയ്യിൽ ക്രിമിനാലിറ്റി എന്നുള്ളത് ഇയാളുടെ സ്വഭാവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇയാൾ എത്രത്തോളം മാറുമെന്ന് നമുക്ക് 8 കൊല്ലം കൊണ്ട് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ റീഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്, വയസ്സിളവും കുടുംബ പശ്ചാത്തലമൊക്കെ. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ അതിജീവിത പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാഗ്യം അവരെ പണിഷ് ചെയ്തുല്ലോ. ഒരു ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് ഉണ്ടെന്നില്ല, അവർ ചെറിയ വെളിച്ചമുണ്ടാകുന്നു എന്ന് ഇത്രയും വലിയ വേദനക്കിടയിലും അവർ പറയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ശ്രീജിത്ത് പെരുമന, ഇന്നിപ്പോ അതിജീവിത പങ്കുവെച്ച പോസ്റ്റിൽ എന്തുകൊണ്ട് ഈ സംവിധാനത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിരുന്നു എന്ന് എണ്ണമിട്ട് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. അതിൽ അങ്ങയുടെ കമന്റ് എന്താണ്?
ആ കമൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അന്ധനും മൂകനും ബധിരനും ആനയെ കാണുമ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പഴയ കഥയില്ലേ, ആ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ മുൻപിൽ 1714 പേജുകളിൽ 9 വർഷമായി ഈ വിധി കേട്ട്, വാദം കേട്ട്, സാക്ഷികളെ കേട്ട്, മെറ്റീരിയൽസ് പരിശോധിച്ച്, തെളിവുകൾ എടുത്ത് വന്നിട്ടുള്ള ഒരു വിധിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പാനലിസ്റ്റ് ഇരിക്കുന്ന എത്ര ആളുകൾ ഇത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു അഭിഭാഷക ഇപ്പോൾ റിഫോർമേറ്റീവ് തിയറിയും പിന്നെന്താണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന മറ്റു തിയറികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആപ്ലിക്കബിൾ ആണെന്നേ. എല്ലാ തിയറീസും പരിശോധിച്ചുകൊണ്ടാണ്, ഓരോന്നിനും കൃത്യമായിട്ടുള്ള ജഡ്ജിൻ്റെ റീസണിങ് കൊടുത്തുകൊണ്ടാണ് ഇത്രയും പേജുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നിരന്തരം കേസ് വിധികൾ വായിക്കുന്നതാണ്. ക്രിമിനൽ കേസിൽ 1700 എന്നൊക്കെ പറയുന്ന ഒരു വിധിന്യായത്തിലേക്കൊക്കെ പോകുന്ന കേസ് കേട്ട് കേൾവിയില്ലാത്തതാണ്. ഇനി താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആദ്യത്തെ ഇല്ല വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല താങ്കൾ വായിച്ചിട്ടില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണം തൊട്ട് മുൻപ് ഞാൻ ഇവിടെ മാതൃഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും ആശാ ഈ വക്കീലും ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം അവസാനം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഫോണിൽ കണക്ട് ആവുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ എവിഡൻസ് ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇവർ പറഞ്ഞത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല, ആകെ ബലാത്സംഗത്തിന് ഒരു 20 വർഷം കൊടുത്തു, കൂട്ടബലാത്സംഗത്തിന് എന്നുള്ളതാണ്. ആശാ മാഡം, കൂട്ടബലാത്സംഗം 376D തെളിഞ്ഞിട്ടുണ്ട്, 120B ക്രിമിനൽ കോൺസ്പിറസി തെളിഞ്ഞിട്ടുണ്ട്, ഈ അബ്ഡക്ഷൻ്റെ 366 തട്ടിക്കൊണ്ടുപോകൽ തെളിഞ്ഞിട്ടുണ്ട്, 354, 354D, 342, 66E IT ആക്ട്, 66, 67 ഇതെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അതുമായിട്ട് ഉപോത്ഭകമായിട്ടുള്ള, അതായത് കൂട്ടബലാത്സംഗത്തിന് 20 വർഷം കൊടുത്തിട്ട് 120Bക്ക് 45 വർഷം കൊടുക്കാൻ പറ്റില്ല ആശാ മാഡം, അതല്ല നിയമം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെയാണോ അത് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വെച്ച് തന്നെയാണ്. ഇനി മാധു ചോദിച്ച സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അവരുടെ കാർഡ് നോക്കുമായിരുന്നു, അവരുടെ മറുപടി നോക്കുമായിരുന്നു. ആദ്യത്തെ അവരുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ ഈക്വൽ അല്ല, സം ആർ മോർ ഈക്വൽ എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് അതിജീവിതയുടെ. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം അതിജീവിതയോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. താങ്കൾക്ക് നീതി കിട്ടി, ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അഭിമാനിച്ചോളൂ. വാളയാറിലെയും ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകളെയും അങ്ങനെ ആയിരക്കണക്കിന് വിക്ടിംസ് നരകിക്കുകയാണ്. ഒരു പ്രോസിക്യൂട്ടർ ഇല്ലാതെ മധുവിന്റെ കേസ് എത്ര വർഷക്കാലമാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ആരും പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ വേണ്ടി പോകുന്നില്ല എന്ന്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഗ്യാഗ് ഓർഡർ, അവർ പറഞ്ഞിരിക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അവർ പറഞ്ഞിരിക്കുന്ന പിന്നെ പ്രൈവസി, അവർ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്, വനിതാ ജഡ്ജ്, അവർ പറഞ്ഞിരിക്കുന്ന പ്രോസിക്യൂട്ടർമാർ, ഇതെല്ലാം അവർക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ താങ്കൾ അറ്റ്ലീസ്റ്റ് പ്രിവിലേജ്ഡ് ഇരയെങ്കിലുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനേക്കാൾ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഒരു 7 അയലകത്തുള്ള ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇക്വാലിറ്റിയും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് ചോദ്യം ചെയ്യാൻ മാധു 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മാസമോ ഒന്നും മാറ്റി വെച്ചിട്ടുമില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് വിരിക്കുകയാണ്. ഞാൻ അതിജീവിതയുടെ ചോദ്യങ്ങളിലേക്ക് വരാം. My fundamental rights were not protected. ബ്ലൈൻഡ് സ്റ്റേറ്റ്മെന്റ് നടത്തി പോകാൻ കഴിയില്ല ശ്രീജിത്ത് പെരുമാൾ. ഇത് നോക്കൂ, അല്ലല്ല അങ്ങ് ഒന്നാമത്തെ കാര്യം അല്ലല്ല അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അവർ ആശ്വസിക്കേണ്ടത്, അങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്ന മനസ്ഥിതി അവർക്കുണ്ട് എങ്കിൽ ഈ വിധി മാറുമെന്ന് കരുതിയല്ല പൊതുസമൂഹത്തോട് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഉരയുന്ന വേദനയാണ്. അത് സ്വന്തം കത്തിക്കൊണ്ട് തെളിയിക്കുന്ന ഒരു വെളിച്ചമാണ്. അവിടേക്ക് നിങ്ങൾ ഈ പറയുന്ന അങ്ങ് നേരത്തെ നടത്തിയ പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കൊണ്ട് അത് അടച്ചു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുകൊണ്ടാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ അടക്കം ഈ ദിവസം പുറത്തു വരുന്നത്. അവർ ഈ കേസിൽ കോടതിയിൽ നടന്ന വിധി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും കാണാത്ത ആന, അതിനെക്കുറിച്ചല്ല പറയുന്നത് എന്നെങ്കിലും മിനിമം അങ്ങ് മനസ്സിലാക്കൂ. ഞാൻ ഈ ചർച്ചയിലും പറഞ്ഞ എന്താണ്, വിധിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ആന ചവിട്ടി അരയ്ക്കുമ്പോൾ അന്ധനും ബധിരനും മൂകനും മനസ്സിലാകും ഞാൻ കൊല ചെയ്യപ്പെടുകയാണ് എന്ന്. അതിന് വലിപ്പം വേണമെന്നില്ല, അത് കൃത്യമായി കാണണമെന്നും അറിയണമെന്നുമില്ല. മരിച്ചു പോകുന്നു എന്ന് ഒരു മനുഷ്യൻ അവസാനത്തെ പിടച്ചിലിന് തൊട്ട് മുമ്പ് മനസ്സിലാകുമല്ലോ. ആ മനസ്സിലാക്കലിൽ നിന്നുള്ള നിലവിളിയാണ് അതിൽ നിന്ന് കേൾക്കുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. ഇനി ട്രയൽ കോടതിയിൽ അവർ നേരിട്ട അവർക്ക് നേരിട്ട അവരുടെ അഭിമാനത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഞാൻ അതിലാണ് അങ്ങയുടെ കമന്റ് ചോദിച്ചത്.
മാധു, കഥാപ്രസംഗം പറയാനല്ലോ നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മുടെ മുമ്പിൽ ഫാക്ടും വിധിയും കാര്യങ്ങളും ഒക്കെ മുൻപിലുണ്ടല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? ഇത് കഥാപ്രസംഗമായിട്ട് അല്ലല്ല, ഞാൻ അല്ലല്ല കഥാപ്രസംഗം പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബഹുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കിട്ടാത്ത ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. 17-ാം തീയതി ഫെബ്രുവരി 17, 2017 നടന്ന സംഭവം, ഗ്യാങ് റേപ്പ് നടന്നു. അതാണ് അവരുടെ ആരോപണം. ആരാണെന്ന് ആ രാത്രി തന്നെ ഈ പറയുന്ന അതിജീവിത കൃത്യമായി പറഞ്ഞു. ഞാൻ ഗോവയിൽ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന സിനിമയിലെ ഡ്രൈവറാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാർട്ടിനെ കൃത്യമായിട്ട് ആ വീട്ടിൽ PW5 വീട്ടിൽ, അതായത് ലാലിൻ്റെ വീട്ടിലുള്ള ഭാര്യയ്ക്കും മകനും ലാലിനും PT തോമസിനും ആൻഡോ ജോസഫിനും ഒക്കെ അറിയാം. പിടിച്ച് കയ്യോടെ കൊടുക്കുകയും ചെയ്തു. ആരോപണം അവർ ഗൂഢാലോചന നടത്തി, തന്നെ ഗ്യാങ് റേപ്പ് ചെയ്തു, തന്നെ തട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാമാണല്ലോ. ഇതെല്ലാം സംശയാതീതമായി ബിയോണ്ട് എനി റീസണബിൾ ഡൗട്ട് തെളിഞ്ഞു മാധു. അതിന് ഉപോത്ബലകമായിട്ടുള്ള ശിക്ഷയും കൊടുത്തു. അപ്പോ ആരോപണം എന്താണോ പ്രോസിക്യൂഷന്റെ ആരോപണം ഇതാണെന്നേ ആദ്യത്തെ കുറ്റപത്രത്തിൽ മനസ്സിലാകാത്ത, ഞാൻ 2 തവണ കഥാപ്രസംഗം നടത്തി ചോദിച്ചിട്ടും അങ്ങേക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ പറയുന്നത് വിധിയെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ആ കേസിന്റെ നാളുകളെ കുറിച്ചല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഇതൊന്നുമല്ല. ഈ കാലത്തിന് ശേഷം ദാ നോക്കൂ, ഈ 6 കാര്യങ്ങളെന്ന് ഞാൻ എണ്ണി പറഞ്ഞു. അതിലുള്ള അങ്ങയുടെ കമന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങേക്ക് മിണ്ടാൻ കഴിയില്ലേ? 6 കാര്യത്തിനാണ് അത് ആദ്യത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തിട്ടില്ല, ശിക്ഷ കിട്ടി. 6 ഗൂഢാലോചന നടത്തിയ പ്രതികൾക്ക് 6 പേർക്കും ശിക്ഷ കിട്ടി, ആനുപാതികമായിട്ട് ശിക്ഷ കിട്ടി. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തെ ഇതാണ്, ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കും. അനധികൃതമായി തുറന്നു പരിശോധിച്ചതും കണ്ടെത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ അങ്ങേക്ക് പറയാനില്ല. അങ്ങേക്ക് പ്രോസിക്യൂഷൻ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ക്രൈം തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. ക്രൈം തെളിയിക്കപ്പെട്ടില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഒരിക്കലും അല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞത് പിൻവലിക്കേണ്ടി വരും. ഞാൻ ഈ ഒരു കാര്യം പറയാം. പ്രോസിക്യൂഷൻ ആണല്ലോ കേസ് നടത്തുന്നത്. അജയകുമാർ സാറാണല്ലോ പ്രോസിക്യൂഷൻ നടത്തുന്നത്. എന്താ ഈ താങ്കൾ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഈ ജഡ്ജ്മെന്റിന്റെ 1522 പേജിൽ പറയുക വളരെ കൃത്യമായിട്ട്, അതൊന്ന് വായിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ഫർദർ ഇൻ ദ ആർഗ്യുമെന്റ് നോട്ട് ഫൈൽഡ് ബൈ ദി learned special public prosecutor at the last day of hearing it is stated clearly that it is stated clearly that the visuals are not leaked from the court and the evidentiary value of P262 memory card remain intact. ആരാ പറഞ്ഞേ? ഞാനോ നിങ്ങളോ അതിജീവിതയൊന്നുമല്ല. ഈ അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേസ് നടത്തുന്ന ജയകുമാർ സാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, കോടതിയിൽ പറഞ്ഞത് കോടതിയുടെ റെക്കോർഡായിട്ട് 1522 പേജിൽ വന്നിരിക്കുക. അജയകുമാർ സാറിന്റെ തന്നെ ആർഗ്യുമെന്റ് നോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ദിവസം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുകയാണ് ദാറ്റ് മെമ്മറി കാർഡ് ഈസ് ഇൻടാക്ട്. അതെവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പുറത്തു പോയിട്ടില്ല, ഏതെങ്കിലും രീതിയിൽ ലീക്കായിട്ടില്ല എന്ന്. മാധുവിന് ലീക്കായി, മറ്റു TV ചാനലുകൾക്ക് ലീക്കായി, റിപ്പോർട്ടറിന് ലീക്കായി, നിങ്ങൾക്കൊക്കെ ലീക്കായി, ഈ പറയുന്ന അഡ്വക്കേറ്റിന് ലീക്കായി. പക്ഷേ ഈ പ്രോസിക്യൂട്ടർക്ക് നോട്ടിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ മെമ്മറി കാർഡിന്റെ ഇത് നോക്കൂ, ആ വിഷ്വലിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ആ വിഷ്വൽ ഉൾപ്പെടുന്ന ഫയലിന്റെ മെമ്മറി കാർഡിന്റെ കാര്യം അല്ല പറയുന്നത്. ആ വിഷ്വലിന്റെ കണ്ടന്റ് എവിടെയാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്? അല്ലല്ല ആശ ഉണ്ണിത്താൻ ഒരു മിനിറ്റ്, നമുക്ക് വരാം. അല്ല, ഞാനിപ്പോ അങ്ങയോട് അവനവന്റെ തലയിൽ തൂവല് തപ്പി നോക്കല്ലേ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വരികളിൽ എവിടെയെങ്കിലും ലീക്ക് എന്നൊരു വാക്കുണ്ടായിരുന്നോ? ഇല്ല. അത് അനധികൃതമായി തുറന്നു കോടതിയുടെ
കൈവശം ഇരിക്കുന്ന ഒരു തെളിവ് അനധികൃതമായി ശ്രീജിത്ത് പെരുമന അനുവദിക്കപ്പെട്ടില്ലാത്ത സമയത്ത് തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അതിന്റെ ഉള്ളിലിരിക്കുന്ന അതിന്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന കാര്യം പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇനി അതിലെ അന്വേഷണ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല. പിന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നൽകിയത് എന്നുള്ള കാര്യമടക്കം അങ്ങയുടെ ആവശ്യപ്രകാരം തിരികെ കയറ്റിയതാണ് ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത കാര്യം ഞാനിട്ട് പിൻവലിക്കേണ്ട കാര്യവുമില്ല. മാധു ഇതിനെ സ്കാൻഡലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗൂഢാലോചന സിദ്ധാന്തമുള്ള ആളുകളുടെ 8ാം പ്രതിയാണ് പിന്നെ തീവ്രവാദി, 8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പേഷ് എന്ന് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ ആ തിയറി പ്രകാരം ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഹാഷ് വാല്യൂ മാറിയതിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ശ്രീജിത്ത് പെരുമന 8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പിസ്റ്റ് എന്ന് എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ എന്തിനാ ഇവിടെ വന്നിരുന്നു കൊണ്ട് സൂപ്പർ കോടതി ചമരുന്നത്? നിങ്ങൾ എന്തിനാ ഈ സൂപ്പർ കോടതി ചമയുന്നത്? അവരെ ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? ഞാൻ അങ്ങയോട് വളരെ വളരെ ബഹുമാനപൂർവ്വം ആദ്യം ചോദിച്ചതാണ് ഈ 6 കാര്യങ്ങളിൽ അങ്ങയുടെ കമന്റ് എന്താണെന്ന്. ഇതിലും മാന്യമായി ചോദിക്കാൻ ശ്രീജിത്ത് പെരുമന പറഞ്ഞു കേവലം നിങ്ങൾക്ക് സ്ത്രീകൾ കൂടിയിരിക്കുന്ന സ്ഥലം കേവലം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും പരിമിതികളുള്ളവരോടും പരിഹാസം. മറ്റ് ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ട് അറിയാമോ? ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ട് അറിയാമോ? ഈ പാനലിലിരിക്കുന്ന ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ പാനലിലിരിക്കുന്ന അഭിഭാഷകരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ബ്ലൈൻഡ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഇവിടെയുള്ളവരൊക്കെ ആനയെ കാണാത്ത മുൻവിധിയാണ്. എന്തൊരു മുൻവിധിയാണ്! അങ്ങേക്ക് മാത്രം ബുദ്ധി, മറ്റുള്ളവർക്ക് മറ്റുള്ളവരൊന്നും അതില്ലാത്തവർ. മാത്രം ബുദ്ധി, മറ്റുള്ളവരൊന്നും അതില്ലാത്തവർ. ഞാൻ ആവർത്തിച്ച് അങ്ങനെ ചോദിച്ചില്ലേ? ഞാൻ ആവർത്തിച്ച് അങ്ങനെ ചോദിച്ചില്ലേ? ആ 6 കാര്യങ്ങൾ മിണ്ടാൻ പറ്റില്ല. അങ്ങേക്കെതിരെ ഹാഷ് വാലിയെ കുറിച്ച് മിണ്ടാൻ പറ്റില്ല. ലീക്ക് എന്ന് പറയാൻ കഴിയും. എന്താണെന്നറിയാമോ? അത് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഫാക്ട് ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാതാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞില്ല, അവരതിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞു അവരതിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞു അവരതിനെ കുറിച്ച് പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞു ഞാൻ പറയുന്നത് പോലും കേൾക്കാതെയാണ് കഥാപ്രസംഗം. അങ്ങ് കേൾക്കുന്നത് എന്നിട്ടല്ലേ അങ്ങേക്ക് മറുപടി പറയാൻ പറ്റൂ? കഥാപ്രസംഗം കേട്ടിട്ടേ അങ്ങേക്ക് മറുപടി പറയാൻ പറ്റൂ. ശ്രീജിത്ത് പെരുമന കേട്ടിട്ടേ പറയാൻ പറ്റൂ. കേട്ടോ, കേട്ടിട്ടേ പറയാൻ പറ്റൂ. കേൾക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വിമർശിക്കൂ. ക്രിയേറ്റീവായിട്ട് ഞാൻ ആദ്യം കേട്ടായിരുന്നു. വിമർശനം ഞാൻ ആദ്യം കേട്ടു. ഈ പാനലിൽ അങ്ങടക്കം അഭിഭാഷകർ എണ്ണം കൂടുതലാണ്. ഈ പാനലിൽ അങ്ങടക്കം അഭിഭാഷകരുടെ എണ്ണം കൂടുതലാണ്. ഒരൊറ്റ ഒരാൾ സംസാരിച്ചു എന്തൊരു കോൺഫിഡൻസ് ആണ്! ഞാൻ 10 പ്രാവശ്യം പറയും, ഞാൻ 10 പ്രാവശ്യം പറയും, ഞാൻ 10 പ്രാവശ്യം പറയും. ഒരൊറ്റ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ഈ പാനലിൽ ആരും ആ വിധി വായിച്ചിട്ടില്ല. അങ്ങേക്ക് എന്താ കബഡി നിർത്താൻ ശീലമുണ്ടോ? ഉണ്ടോ? അതിജീവിത എന്താ കോടതി പറഞ്ഞത്? എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും ആളുകൾ പാടില്ല. എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിശ്ചയിക്കും ഇത്ര വക്കീലന്മാരെ പാടുള്ളൂ. അതിജീവിത കോടതിയിൽ പൊട്ടിക്കറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടല്ലേ അങ്ങ് പോയിരുന്നോ? അത് ക്യാമറ പ്രസിഡന്റ് അങ്ങ് പോയായിരുന്നോ? അതോ കുരുട ആനയെ കാണുന്ന പോലെയാണോ അങ്ങ് ഇതൊക്കെ പറയുന്നത്? കോടതി വിധി വായിക്കൂ. കോടതി ബ്രോക്കൺ ഡൗൺ ഇൻ ദി കോർട്ട്. ബ്രോക്കൺ ഡൗൺ ഇൻ ദി കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കറഞ്ഞു വീണു എന്നുള്ളതാണ്. എന്താ ആവശ്യം? എട്ടാം പ്രതിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഞാനൊരു കാര്യം എന്നോട് ഡോക്ടർ മാളവിക ബിനിയും അഡ്വക്കേറ്റ് ബിനിയും ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും വരാൻ ഏറെ വൈകി. ഡോക്ടർ മാളവിക ബിനി, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഈ 2 പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇപ്പോൾ ഈ അതിജീവിതയെക്കുറിച്ച് ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പരുമന തന്നെ പറഞ്ഞതുപോലെ സർക്കാർ ഒപ്പമുണ്ട്, സംവിധാനം ഒപ്പമുണ്ട്, അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ല. അവരോടൊപ്പം കേരളത്തിലെ സമൂഹത്തിന് ഒരു വലിയ ഭാഗം മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരെന്ന് അവർ അഭിസംബോധന ചെയ്യുന്ന നിലയ്ക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലയുറപ്പിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഒപ്പമുണ്ട് എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും ഈ ഫൈറ്റിൽ അവർ തോറ്റുപോയെന്ന് അവർക്ക് തോന്നുകയാണ്. അത് വിധി കൊണ്ടല്ല, സമീപനം കൊണ്ടാണ്. വിധി കൊണ്ടാണെന്ന് പറയാൻ ശ്രമിക്കുന്നവർ അത് കോടതി ലക്ഷ്യത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്ക് പോകട്ടെ എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരാണ്. സമീപനം കൊണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ മാളവിക ബിന്നി. അപ്പൊ അവർക്ക് തോറ്റുപോയെന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ആ തോന്നൽ അവർ പങ്കുവെക്കുകയാണ്. നാളെ മറ്റുള്ളവരെന്താണ് വിചാരിക്കേണ്ടത്? മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിച്ച് ഇതേ വേട്ടക്കാർ പറയില്ലേ, അവള് പോയിട്ട് എന്തായി, പിന്നെ നീയാണോ എന്ന് ചോദിക്കില്ലേ? അതായത് നമ്മുടെ കളക്റ്റീവ് ഫെയിലിയർ തന്നെയാണ്. സിസ്റ്റത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയുടെയും നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു തോൽവി തന്നെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഇത്രയും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഇത്രയും വിൽ പവറോടെ നിൽക്കുന്ന ഒരു അതിജീവിതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഭയങ്കര ഒരു സോഴ്സ് ഓഫ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അത് ഭയങ്കര വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ കേട്ടതുപോലെ തന്നെ തിരിച്ച് അതിജീവിതയുടെ പ്രിവിലേജിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന രീതിയിലുള്ള നാരറ്റീവ്സ് വരുമ്പോൾ അതൊരു തോൽവിയായിട്ട് തന്നെ അതിജീവിതയ്ക്ക് തോന്നുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ലല്ലോ. തിരിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു സ്ത്രീക്ക് പോലും നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ഇന്നും ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വാളയാറിന്റെ കേസിലോ ഹത്രാസിന്റെ കേസിലോ അല്ലെങ്കിൽ മധുവിന്റെ കേസിലോ അത്ര പോലും പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർക്ക് എങ്ങനെ നീതി കിട്ടും? ഇത് പ്രിവിലേജ്ഡ് ആണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നീതി എപ്പോഴാണ് പ്രിവിലേജ് ആയത്? നീതി എന്ന് പറയുന്നത് ഒരിക്കലും പ്രിവിലേജിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. നീതി കിട്ടിയില്ല എന്ന ഒരു അതിജീവിതയ്ക്ക് തോന്നുകയാണെങ്കിൽ അത് ഇനി നേടിക്കൊടുക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽസിലേക്ക് കളക്റ്റീവായിട്ട് പോകേണ്ടതിന് അവൾക്ക് ബലവും വിൽപ്പവറും കൊടുക്കേണ്ട ഒരു വലിയ ധർമ്മം നമുക്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ഏത് രീതിയിൽ ഇതിനെ കണ്ടാലും, നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ആശ പറഞ്ഞതുപോലെ പ്യൂണിറ്റീവ് ആയിട്ട് കണ്ടാലും റിഫോർമേറ്റീവ് ആയിട്ട് കണ്ടാലും ഏതൊരു തിയറി ഓഫ് ലോ വെച്ച് നമ്മൾ നോക്കിയാലും യാതൊരു വിധത്തിലും നമുക്കിത് മനസ്സിലാകാത്തത് ഒന്ന്. നേരത്തെ ഇവിടെ ഇതിൻ്റെ ലെങ്ത് പറയുന്നുണ്ട്. ഞാൻ ഈ വിധിയുടെ കുറേ ഭാഗങ്ങളിലൂടെ ഞാൻ പോകുകയായിരുന്നു. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും ഇതിനകത്ത് തോന്നുന്ന ഒരു സംശയം എന്നുള്ളത്, ഇപ്പം ഇതിൽ പാർട്ട് 20 പാർട്ട് 33 ഉണ്ട്. പാർട്ട് 20 PW 179 കാവ്യമാധവനാണെന്നാണ് എൻ്റെ വിശ്വാസം. കാവ്യമാധവനെ വിസ്തരിക്കുന്നതും PW1 പാർട്ട് 33 അവരുടെ മൊഴി രേഖപ്പെടുത്തിയതും തമ്മിലൊരു കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ ഒരു സ്ഥലത്ത് ഈ PW 179 ഏതൊരു മൊബൈൽ ഫോണിൻ്റെ കാര്യം നമ്പർ മറന്നുപോയി, എനിക്കതിനിപ്പോൾ റിക്കളക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് വിധിയിൽ അംഗീകരിക്കപ്പെടുകയാണ്, അത് റിക്കളക്ഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം. പാർട്ട് 33 വരുമ്പോൾ ഇത് പല സാമൂഹ്യ മാധ്യമ ചർച്ചകളിലും ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ പറയേണ്ടി വരുന്നത്. ആ മോതിരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയും ട്രോമ അനുഭവിച്ച ഒരു അതിജീവിതയാണെന്ന് ആലോചിക്കണം. വീണ്ടും ആ ട്രോമ എത്രയോ തവണ റീലിവ് ചെയ്ത് അത് വീണ്ടും പറയേണ്ടി വരികയും അത് അനുഭവിക്കേണ്ടി വരിക, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മധു നേരത്തെ ഇവിടെ ഉള്ള ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തിനോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകുകയില്ല. ആ 6 പോയിന്റ് അദ്ദേഹത്തിന് മനസ്സിലാകില്ല. കാരണം ഇതിന് എമ്പതി എന്നൊരു വികാരമുണ്ടെങ്കിൽ, ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നുള്ളൊരു വികാരം ഉണ്ടെങ്കിൽ ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാകാനോ അവർ എഴുതിയതിൻ്റെ ഒരു എസെൻസ് എംബ്രേസ് ചെയ്യാനോ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് വായിച്ച് നമ്മൾ ഓരോരുത്തർക്കും വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വളരെ കൃത്യതയോട് കൂടെ ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജായിട്ട് ഇന്ന് അതിജീവിതയായിട്ടുള്ള നടി അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോഴും വിചാരിച്ചു, ഇത്രയും ഡെഫിനിറ്റീവ് ആയിട്ട് ചിന്തിക്കാനും ഇത്രയും ക്ലാരിറ്റിയോടെ ആ മെസ്സേജ് ഇടാനും അവർക്ക് ഇപ്പോഴും കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ എത്ര വലിയ ഇൻസ്പയറിംഗ് പോയിന്റാണ്. ഞാൻ പറയാൻ ശ്രമിച്ച ലാർജർ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു എമ്പതി മനുഷ്യരുടെ ഉള്ളിൽ ഉളവാക്കാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയൊരു സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ ഈ കേസിന് കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര വലിയൊരു സക്സസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും വലിയ യുദ്ധവും ബാറ്റിലുകളും ഉണ്ടല്ലോ. ഈ ഒരു വിധി എന്ന് പറയുന്നത് ഞാനൊരു ബാറ്റിലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ സമൂഹ മനസാക്ഷിയെ മാറ്റിയ ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ അടുത്തോട്ട് നമ്മളെ നയിച്ച
ഒരു കഴിഞ്ഞ ഒരു 7-8 വർഷക്കൊല്ലം അതിൽ WCCക്കും ഈ നടിക്കുമൊക്കെ വലിയ പങ്ക് നമുക്ക് കാണാൻ പറ്റും. നടിയുടെ കൂടെ മൊഴിമാറാതെ നിന്ന അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം വലിയ പങ്ക്. അതുകൊണ്ട് ഈ യുദ്ധം ഓൾറെഡി വണ്ണാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എത്ര അധികം നമുക്ക് ബോയ്ക്കോട്ട് ഇന്ന സിനിമ എന്ന് പറഞ്ഞും ബോയ്ക്കോട്ട് ഇന്ന നടൻ എന്ന് പറഞ്ഞുള്ള ഹാഷ്ടാഗുകൾ എത്ര ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ വരുന്നത്, ലക്ഷക്കണക്കിന് ഹാഷ്ടാഗുകൾ വരുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളം ഇത്ര മുന്നോട്ട് പോയല്ലോ എന്നുള്ളതിൽ ഒരു ചരിത്രകാരി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ അത്ഭുതവും വളരെ സന്തോഷവും തോന്നുന്ന കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ പറയുമ്പോഴും ഇവിടെ നേരത്തെ പ്രസ്താവന പോലെ നിങ്ങൾക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞല്ലോ, അതിൽ നിങ്ങൾ അടങ്ങിയിരിക്കൂ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സംതൃപ്തിയാകൂ എന്ന് പറയുന്ന ചില നാരറ്റീവ്സ് വീണ്ടും നടിയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ളവരോടൊക്കെ അവർ മറുപടി പറയുന്നുണ്ട്. ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബീന, ഇത് നോക്കൂ, ഇപ്പോൾ ഈ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരു പക്ഷേ ഇനി അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ വിധി വന്നതിന് ശേഷം അവർ അവരുടെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചത് ഞാൻ ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇത്രയും 2 ദിവസങ്ങൾക്ക് ശേഷം അവർ ഈ കുറിപ്പുമായി വന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ അവരോടൊപ്പം ചേർന്ന അവരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട കുറച്ച് മനുഷ്യർക്ക് വേണ്ടി കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം അവരോട് ഇങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം. അതിലൊരു തിരുത്തൽ വേണമെന്ന് അവർക്ക് ആശിക്കാമല്ലോ. അത്രയെങ്കിലും പ്രിവിലേജ് നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും മാധു. മാധു റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 15 days of trial in the court. Okay, so in Tukaram versus ഒരു മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് in 2019. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ ബേസിൽ സുപ്രീം കോർട്ട് ഹാസ് ഗിവൺ സർട്ടൻ ഗൈഡ് ലൈൻസ്. അതിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഡിഗ്നിറ്റിയും എന്താ പറയാ, ഈ വിക്ടിമിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സർവൈവർ എന്ന് പറയാം നമുക്കിവിടെ, സർവൈവറിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് സുപ്രീം കോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് 2022 എല്ലാ സ്റ്റേറ്റും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കേരള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ ബാംഗ്ലൂരാണ്. ഡെഫിനറ്റ്ലി ഹിയർ വി ഹാവ് എ ഗൈഡ് ലൈൻ. അതിൽ വളരെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്രസീവ് ആൻഡ് ഹോസ്റ്റൈൽ ക്രോസ് എക്സാമിനേഷൻ ഷുഡ് നോട്ട് ബി ഡൺ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറിലവന്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ഓൾസോ ടേക്ക് സർട്ടൻ പ്രിക്കോഷൻസ് ടു മിറ്റിഗേറ്റ് ദ സ്ട്രെസ് ഓഫ് ദി വൾണറബിൾ വിറ്റ്നസ്. അപ്പോൾ ഈ കേസിൽ അതിജീവിത റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം, എന്നെ കണ്ടിന്യൂസ്ലി ഇറ്റ് വാസ് എ ടോർച്ചർ ഇൻസൈഡ് ദി കോർട്ട് റൂം എന്ന് പറയുന്നുണ്ട്. അവർ ബർഖയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുണ്ടായി, ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയെന്ന്. അപ്പൊ നമ്മൾ ശരിക്കും ഇത് ക്ലിയർ ആയിട്ട് ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തേ പറ്റൂ. കാരണം ക്ലോസ് 18 ഓഫ് ദിസ് ഗൈഡ് ലൈൻ അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് ജഡ്ജിന്റെ ഒബ്ലിഗേഷൻസും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സിസ്റ്റം ഈസ് ഗിവിങ് എ ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് കോർട്ടും ജുഡീഷ്യൽ സിസ്റ്റവും എല്ലാം നിയമവും വളരെയധികം പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പെരുമൻ പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് ഈ ട്രയലിന്റെ സാഹചര്യത്തിൽ അവർക്ക് പൊട്ടിക്കരയേണ്ടി വരുന്നുണ്ട്, അവർക്ക് മാനസികമായ പ്രക്ഷുബ്ധത ഉണ്ടാകുന്നുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ശരി. അപ്പോ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ജഡ്ജ് മുതൽ ആ കോടതിയുടെ മുഴുവൻ സംവിധാനങ്ങളും അവരുടെ മാനസികമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു നിൽക്കണം എന്ന് നിഷ്കർഷിക്കുന്നിടത്താണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അവരുടേതായിട്ടുള്ള സ്വകാര്യമായ ദൃശ്യങ്ങൾ, അവരുടേതായിട്ടുള്ള അവർക്ക് നേരിടേണ്ടി വന്ന വളരെ സ്വകാര്യവും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ സമയങ്ങൾ, ഇതൊക്കെ ആവർത്തിക്കേണ്ടി വരികയാണ്. മാളവിക പറഞ്ഞതുപോലെ വീണ്ടും ജീവിക്കേണ്ടി വരികയാണ്. ആ സമയത്താണ് ഈ സംവിധാനം സഹകരിക്കുന്നില്ല എന്നൊരു തോന്നലിലേക്ക്, നിഷ്കരുണം അവർക്ക് അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇനിയിപ്പോ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒരു സർവൈവർ വീണ്ടും കോടതിയെ അപ്രോച്ച് ചെയ്യുമോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ്.
പ്രത്യേകിച്ചും ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു കുട്ടിക്ക് ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. 2022 വളരെ ക്ലിയർ ആയ ഗൈഡ് ലൈൻ ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഈ കേസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. ഒരു സജഷൻ എനിക്കുണ്ട് ഈ കേസിൽ നിന്നല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ കേസുകളിലും ഈ ക്രോസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നാളെ ഒരു അപ്പീൽ പോകുമ്പോഴൊക്കെ ഇതുപോലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് പരിശോധിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പോരാത്തത് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സും എനിക്ക് തോന്നുന്നത് ഇതൊന്ന് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ ഇവരെ എങ്ങനെയാണ് കോർട്ടിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അവരുടെ വൂണ്ട് വീണ്ടും 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 റീഓപ്പൺ ചെയ്ത് അവിടെ വീണ്ടും ഒരു ഹരാസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളെന്നോ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും. അല്ല, ആ നിലയിലേക്ക് പോകുന്ന സമയത്താണ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ആൻഡ് പബ്ലിക്കിനോട് പറയാനുള്ളത്, ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളത്, ദർ ആർ ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദി നിയമം കുറേ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളും മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 2022 ഗൈഡ് ലൈൻസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് ആ പെൺകുട്ടി ആ കുറിപ്പിലും പറയുന്നുണ്ട്. നീതി തെളിയാനുള്ള വഴികൾ അവസാനിച്ചിട്ടില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ഇത് നോക്കൂ, ഇപ്പോൾ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യം കോടതി അതിൽ വിധിയിൽ ഉത്തരമുണ്ട് എന്ന് പറയുമ്പോൾ കോടതി അതിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നിരന്തരം ആ പെൺകുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് വിചാരണ കോടതിയിൽ നിന്ന് കിട്ടുന്നില്ല. ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരികയാണ്. വിചാരണ കോടതിക്ക് അങ്ങനെ ഒരു നിലപാട്, അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും വിമുഖതയുണ്ടോ? നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ? അത് പക്ഷേ മറ്റൊരു മേൽക്കോടതിയിലേക്ക് പോയി നേടിയെടുക്കേണ്ടി വരികയാണ്. ഇത് നോക്കുമ്പോൾ എൻ്റെ ഒരു സ്വകാര്യ ദൃശ്യം ലീക്കായി എന്ന് എനിക്കൊരു പേടി ഉണ്ടാവുകയാണ്. ബോധ്യമല്ല, പേടി. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അതേ ജഡ്ജി തന്നെയാണ് ആ അന്വേഷണത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, തരില്ല എന്ന് പറയുമ്പോൾ ആ പേടി അധികരിക്കുകയുള്ളൂ. ആരുടെ പേടി? അതായത് ഒരു വിക്ടിമിന്റെ പേടി. ഇതിനകം ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥകളിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു പെൺകുട്ടി, അതിനെ സംബന്ധിച്ച ദൃശ്യങ്ങൾ ലീക്കാകുമോ എന്ന പേടിയും ചുമന്ന് ജീവിക്കുകയാണ്. അവരാ ചോദിക്കുന്ന എൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് പറ്റുന്നത്? അത് ഇത് രണ്ടും രണ്ടാണ്. രണ്ടാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ എല്ലാവരും പറയാൻ ശ്രമിക്കുന്നതും വിധിയെക്കുറിച്ചാണ്. കാരണം അതിൽ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഈ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, വിധിയെക്കുറിച്ചല്ല മാഡം. അതായത് ഈ അവസ്ഥ എന്നുള്ളതല്ല, അതായത് ഇതിന്റെ പ്രധാന കേസിന്റെ ഒരു ഉപകേസ് പോലുമല്ല, അതൊരു പ്രത്യേക വിഷയമാണ്. ആ പ്രത്യേക വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ് സെയിം ജഡ്ജ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഗതി അവർക്ക് അത് റിലീസ് ചെയ്യാമോ, അതായത് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ അവർക്കത് കൊടുക്കാമോ വേണ്ടയോ എന്നുള്ളൊരു ഉത്തരം അവർ പറഞ്ഞില്ല, മേൽക്കോടതി പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ട്രയൽ കേസുകൾ കുറച്ച് നടത്തിയിട്ടുള്ള അധികാര പരിധി എന്നത് നിർവചിക്കപ്പെട്ടതാണ്, വിവേചനം അല്ലല്ലോ. അല്ല, ഇതിൽ രണ്ടിലും രണ്ട് കാര്യമാണ്. അതായത് ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പോലെ ആണ് ഒരു എൻക്വയറി എന്ന് പറയുന്ന സംഗതി. അതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒരു എൻക്വയറി നടത്താൻ എന്നുള്ളൊരു സ്വഭാവത്തിലാണ്. ഞാൻ ആ ഉത്തരവ് വായിച്ചിട്ടില്ല. ആ വിഷയത്തിൽ ഒരു എൻക്വയറി നടത്താനാണ് ആവശ്യപ്പെട്ടത്. ആ എൻക്വയറി ഇപ്പോൾ നമ്മൾ ഒരു വിജിലൻസ് കേസ് ആണെങ്കിലും ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടാണ് ഒരു വിജിലൻസ് കേസിലേക്ക് പോകുന്നത്. ആ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് പ്രതി പോയി ചോദിച്ചാൽ പ്രതിക്ക് കൊടുക്കില്ല. അപ്പോൾ അതുപോലെ പല തരത്തിലുള്ള അന്വേഷണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്ന സ്വഭാവത്തിലാണ് ആ പറഞ്ഞ റിപ്പോർട്ട്. ഫൈനാലിറ്റി അറ്റൈൻ ചെയ്തിട്ടില്ല അതിനകത്ത്. അപ്പൊ അതായത് ഒരു പ്രത്യേക ചുമതല ഹൈക്കോടതി ഏൽപ്പിച്ചു, ആ ചുമതല അവർ ചെയ്തു. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അവർക്ക് റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ എടുത്തതിനകത്ത് ഒരു പക്ഷേ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്തായാലും അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം. പക്ഷേ
അത് കൊടുത്തില്ല എന്ന് പറയുന്നതും ഈ കേസിലെ കേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വിധിയെക്കുറിച്ച് ഞാൻ ബന്ധിപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിധി വിധി എന്ന് ആവർത്തിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ എവിടെയും വിധിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഞാനതൊരു സമീപനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ പെൺകുട്ടി ഉയർത്തിയ 6 കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഇപ്പം ഞാൻ കൊടുത്തൊരു പരാതിയെ സംബന്ധിച്ചൊരു റിപ്പോർട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കത് എനിക്ക് തരണം. അതാണല്ലോ മേൽക്കോടതി പറഞ്ഞത്, നിങ്ങൾ കൊടുക്കൂ എന്ന് കൊടുക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് തന്നെയാണ് പറയുന്നത്. ഹൈക്കോടതിയിലേക്ക് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. അതൊക്കെ ഒരു മിനിമം മര്യാദയാണല്ലോ. ഇത് കൊടുക്കാൻ കഴിയുമോ എന്ന് അറിയില്ല, നിങ്ങൾ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയാം. അതൊക്കെ ആ ജഡ്ജിന്റെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡുമായി കൂട്ടി വായിക്കരുത്. ഞാൻ വായിച്ചില്ല, ഞാൻ ജഡ്ജിയെ കുറിച്ചേ പറഞ്ഞില്ല. ഞാൻ അപ്പോഴും ചോദിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അവസ്ഥയെ കുറിച്ചാണ്. അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ആ ജഡ്ജിയോ ആ കോടതിയോ വേറെ ജഡ്ജിയോ വേറെ കോടതിയോ അങ്ങ് പറഞ്ഞ പോലെ വേറെ കേസോ ഒക്കെ ആവട്ടെ, ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഒരു തവണ ആവശ്യപ്പെടുമ്പോൾ പറയാം എനിക്കിതിന് ഉള്ള പരിധിയുണ്ടോ എന്ന് സംശയമുണ്ട്, നിങ്ങൾക്ക് മേൽക്കോടതിയെ സമീപിക്കാം. ചെയ്യുന്നില്ല. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് അവസാനം ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിലേക്ക് ആ പെൺകുട്ടി പോവുകയാണ്. മാഡം, അതിനകത്ത് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷനാണ് ഒരു കോടതിയിൽ ഫയൽ ചെയ്യാൻ കഴിയുന്നത്. അതായത് നിരവധി പെറ്റീഷൻ ഒരേ കാര്യത്തിന് ഫയൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുക എന്ന് പറയുന്ന പദപ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ പെറ്റീഷൻ അനുവദിക്കും അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യും. അനുവദിച്ചാൽ അത് ചെയ്താൽ മേളിലേക്ക് പോകും. ക്യാപ്റ്റൻ അബയൻസ് ആണ്, നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകും. അത് ആ കുട്ടി ഓപ്റ്റ് ചെയ്തതാണ്. അതെ. ശ്രീമതി ആശാ ഉണ്ണിത്താൻ, ഞാൻ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എനിക്കൊരിടത്തു നിന്ന് നീതി കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീണ്ട 8.5 വർഷക്കാലം, നേരത്തെ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞതുപോലെ ഒരു പാസ്പോർട്ട് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. ഇത് നോക്കൂ, 30കളുടെ തുടക്കത്തിലോ മറ്റോ സംഭവിച്ച ഒരു കാര്യം, ജീവിതത്തിന്റെ ഒരു നല്ല കാലം ഇതിന് ഫൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും ഇതില് ഞാൻ പറയുന്ന ഒരു സംഗതി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കോടതിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിനെ കുറിച്ചുള്ള ഒരു വലിയ വിഷയം അത് തന്നെയാണല്ലോ ഇവർ പറയുന്നത്. എന്തിനാണ് അവരത് അന്വേഷിക്കുന്നത് വെച്ചാൽ, ഈ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിൽ ആക്സസ് ചെയ്തു എന്ന് 1459 പേജിൽ കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്ന കാര്യമാണ്. അപ്പോൾ വിവോ ഫോണിൽ ഇത് ആക്സസ് ചെയ്ത ഡേറ്റ് പറയുന്നത്, കോടതി തന്നെ പറയുന്ന ഡേറ്റ് 19/7/2021 ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയവും കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് അല്ലാത്തൊരു ഡേറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ജിയോ നെറ്റ്വർക്കുമായിട്ട് കണക്ഷനുള്ള ഒരു വിവോ ഫോണിൽ ഇട്ടു. ആ ഫോൺ ആരുടേതാണ് എന്ന് നമുക്കറിയില്ല, ഇതുവരെ അറിയില്ല. ഈ സമയത്ത് 2018 ജനുവരിയിലും ഡിസംബറിലും 2021 ജൂലൈയിലും 2018 ജനുവരിയിലും ഡിസംബറിലും 2021 ജൂലൈയിലുമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. അതെ. അപ്പോൾ അറിയാം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഒരെണ്ണം വിൻഡോസ് ഉള്ള ഒരു മറ്റേ കമ്പ്യൂട്ടറിലാണ്, പിന്നെ ഇട്ടിരിക്കുന്നത് മൊബൈലിലാണ്, അത് 12ലാണ്, പിന്നെ ഇട്ടിരിക്കുന്നത് വീണ്ടും മൊബൈലിലാണ്. അപ്പോൾ ഇത് ആരാണ് ഉപയോഗിച്ചത്? നമുക്കിത് എന്താ കാരണം എന്ന് ചോദിക്കാച്ച, എന്ത് വിധി പറയട്ടെ, കോൺസ്പിറസിയിൽ ആര് വേണമെങ്കിലും കണ്ടെത്താതിരിക്കട്ടെ. നോക്കൂ, ഈ സ്ത്രീയുടെ ഈ സർവൈവറുടെ നേരെ നടത്തിയ ഈ ബ്രൂട്ടൽ അറ്റാക്കിന്റെ വീഡിയോ ആണ് ഇതെന്ന് കൃത്യമായി പറയുന്നു ജഡ്ജ്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ആരൊക്കെയോ ഫോണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്തോ അതിൽ എഡിറ്റ് ചെയ്തോ കണ്ടന്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളാണ് ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് ഒരു ഫോണിൽ ഒരാൾ വീഡിയോ കാണുമ്പോൾ വേറെ ഫോൺ കൊണ്ടോ വേറെ ക്യാമറ കൊണ്ടോ അത് പകർത്തിയാൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറില്ല, അതിൻ്റെ കണ്ടന്റ് മാറില്ല, അതിൻ്റെ ഒന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു ഫോണിൽ ഇതുണ്ടായിരുന്നു. ഈ ഫോണിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഇടാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം. അതായത് നമ്മൾ ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രശ്നമുള്ള ഈ ഒരു സാധനം മരിച്ചു പോയാൽ പോലും ഇത് ഇവിടെ ഒരു ത്രെറ്റ് പോലെ കിടക്കുകയാണ്. നമുക്കിത് ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ സുപ്രീം കോടതി വരെ പോയത്. അപ്പോൾ അതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? അയാൾ ഇത് ചോദിച്ച് സുപ്രീം കോടതി വരെ പോകുന്നു, കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കോടതി കൊടുത്തു, അത് കഴിഞ്ഞിട്ടും പിന്നീടും ഇത് മറ്റുള്ള ഫോണിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഫെയർ ട്രയലും
ഫെയർ ആയിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എൻ്റെ ഒരു വിലപിടിപ്പുള്ള സാധനം ഒരു കോടതിയിൽ ഏൽപ്പിച്ചിട്ട് കോടതിയിൽ അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ കോടതിയെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ വിശ്വാസമല്ല, ഈ മൊത്തം സിസ്റ്റത്തിനെ തന്നെ എനിക്ക് വിശ്വാസമില്ല. ഈ കോടതി എന്നത് മാറ്റണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇവിടുന്ന് മാറിയേ പറ്റൂ. കാരണം ഇതിനെപ്പറ്റി അന്വേഷണം നടന്നു, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുണ്ടായി. ആർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടായോ? ഇല്ല. അത് കണ്ടെത്തിയാലല്ലേ നടപടി ഉണ്ടാവുക. കണ്ടെത്തിയതായിട്ട് നമുക്ക് ഉത്തരമില്ലല്ലോ. ആരുടെയാണ് ഫോൺ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലേ? മാധു അറിഞ്ഞിട്ടുണ്ടോ? ആ വിവോ ഫോൺ ആരുടെയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ വിവോ ഫോൺ എന്താ കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ശരി. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ നഗ്നമായ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബ്രീച്ച്, ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. അത് ആ കുട്ടി കൃത്യമായി പറയുന്നു. എൻ്റെ നേരെ ഈ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ മുഴുവനും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബ്രീച്ചാണ് എനിക്ക് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു ഫെയർ ട്രയൽ കിട്ടിയില്ല, എനിക്ക് ജസ്റ്റിസ് കോടതി നടപടികളിൽ തന്നെ ഉണ്ടായില്ല എന്ന് അവർ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത എനിക്കറിയില്ല. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് ചെയ്തിട്ടുള്ള നമ്മളുടെ വാളയാർ കേസിലെ കുട്ടിയുടെ ട്രോമയാണോ വലുത്, അതിജീവിതം, ഇങ്ങനെയൊന്ന് തുലനം ചെയ്യാൻ എനിക്ക് അറിയില്ല മാധു. അത് ആർക്കും അറിയാവുന്ന കാര്യമല്ല. മാത്രമല്ല അതിലൊന്നും മണിക്കൂറുകൾ മാറ്റിവെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ മറ്റു ശീലങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, മധുവിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, വാളയാറിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അടുക്ക രാജാവിനിത്താൻ ഈ ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇനി വാളയാറിലെ കേസ് നിരന്തരം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കാത്തതൊന്നുമില്ല. നിരന്തരം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കാത്തൊന്നുമില്ല. അതിന്റെ കേസിന്റെ ഗതിയും ആ കേസിൽ പിന്നീട് സംഭവിച്ചതുമൊക്കെ ശരിയാണ്. അത് ആ നിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകൾക്ക് വിരുദ്ധമായും ആദ്യഘട്ടത്തിൽ പോയ അന്വേഷണത്തിന് വിരുദ്ധമായും ഒക്കെയാണ് ആ വാർത്തകൾ പിന്നീട് വന്നത്. പക്ഷേ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ബ്ലൈൻഡായി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ശ്രീജിത്ത് പെരുമന, ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ പെറ്റീഷൻ നൽകിയിട്ടുണ്ട്, അതിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിൽ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഏത് കാര്യത്തെ കുറിച്ചാണ്? അത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ മെമ്മറി കാർഡ് അല്ല, മെമ്മറി കാർഡിനെ കുറിച്ച് ഈ പറയുന്നതിന് മുമ്പ്, ഈ വിവോ ഫോണിൽ ആക്സസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിന് മുമ്പ്, ഇതിൽ റെഡ്മി ഫോണിലാണ് ഈ പറയുന്ന ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ആക്രമണം പൾസ് സോണി A1 ഷൂട്ട് ചെയ്തത്. അതെവിടെ മാധു? അത് അങ്ങനെ ഒരു ചർച്ച നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? 18/4/2017 PW 202 ബാബുകുമാർ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട് ഓടുകൂടെ ഈ കേസ് തീരേണ്ടതായിരുന്നു. മീൻസ് ഈ കേസിന് ഒരു ഫൈനാലിറ്റി വന്നേനെ, പിന്നീട് വിചാരണയിലേക്കും ചാർജ് ഫ്രെയിമിങ്ങിലേക്കൊക്കെ പോയേനെ. അതിനുശേഷം കോടതിയിൽ കൊടുത്ത ഒരു അപേക്ഷ എന്ന് പറയുന്നത് റെഡ്മി ഫോണിലാണ് A1 അക്യൂസ് പൾസർ സുനി ഇത് ഷൂട്ട് ചെയ്തതും അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും. അങ്ങനെയാണ് പിന്നീട് ബൈജു പൗലോസ് വരുന്ന ഇതിനൊരു തുടരന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുന്നത്. 9 വർഷത്തേക്ക് നിങ്ങൾ ഈ കേസ് നീട്ടിക്കൊണ്ടുവരുന്നത്. അതായത് 2019 തന്നെ ഈ പെൺകുട്ടിക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ ആ ഘട്ടത്തിൽ കിട്ടുമായിരുന്നു. പെട്ടെന്ന് തന്നെ സ്പീഡി ട്രയൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സ്പീഡി ട്രയൽ, സ്പീഡി ജസ്റ്റിസ്, അതല്ലേ പറഞ്ഞത്? ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നല്ലേ പറയുന്നത്? വൈകി കിട്ടുന്ന നീതി നിഷേധമാണ്. സ്വാഭാവികമായിട്ടും നീട്ടിക്കൊണ്ടുവന്നത് ബൈജു പൗലോസിനെ പോലെയുള്ള ചില ആളുകളുടെ അൾട്ടീരിയർ മോട്ടീവ് അല്ലേ എന്നുള്ളതാണ് കോടതി ഈ വിധിയിലൂടെ ചോദിക്കുന്നത്. ഇനി ഞാൻ മെമ്മറി കാർഡിലേക്ക് വരാം. ആദ്യം നിങ്ങൾ റെഡ്മിയുടെ ഫോണ് എവിടെ എന്നുള്ളതൊന്ന് കണ്ടെത്താൻ വേണ്ടി പ്രോസിക്യൂഷനോട് പറയും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ പറഞ്ഞ വിവോ ഫോണ് എങ്ങനെ ആക്സസ് ചെയ്തു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള റീസണിങ് ഇതിനുള്ളിൽ നൽകുന്നുണ്ട്. ഇനി വളരെ തിടുക്കത്തിൽ ഞാനൊരു കാര്യത്തിലേക്ക് വരാം. ഈ 6 ചോദ്യം, അതിൽ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഈ 6 ചോദ്യത്തിന് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് അതിനെ കുറിച്ച് മിണ്ടിയില്ല. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ചോദിച്ചത് എന്താണ് ശ്രീജിത്ത് പെരുമന, ഇങ്ങനെ തെന്നിമാറി പോയില്ലേ? ഞാൻ ചോദിച്ചത് നിങ്ങൾ കാണൂ വിധി നമുക്ക് വിധി നോക്കാം മെമ്മറി കാർഡിലെ വിധി നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് വായിക്കാനുള്ള സമയമൊക്കെ തരുമല്ലോ. ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്തുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഉണ്ടാകുന്നില്ല, നടപടി ഉണ്ടാകുന്നില്ല എന്നാണ്. വളരെ സ്ട്രെയിറ്റ് ആയി അങ്ങ് കേട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിക്കാം. മെമ്മറി കാർഡിന്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഇനി വച്ചിട്ടോളൂ.
എന്തുകൊണ്ട് അങ്ങ് കേട്ടില്ലെങ്കിൽ ഞാൻ മെമ്മറി ആവർത്തിക്കാൻ കാർഡിന്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അത്തരം സാധിക്കാത്ത ഇടത്തോളം ആരെങ്കിലും ദുരുപയോഗം ചെയ്തോ എന്നുള്ളതല്ല, ആരെങ്കിലും ദുരുപയോഗം ചെയ്തു, ആക്സസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു കാര്യം ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട എട്ടാം പ്രതിയല്ലേ മാധു? അങ്ങേക്ക് ഇത് പരിതാപകരമായ അവസ്ഥയാണ് കേട്ടോ. കോടതിയുടെ കസ്റ്റഡിയിലുള്ള കാര്യം എങ്ങനെ ആക്സസ് ചെയ്തു? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നടപടി ഉണ്ടായോ, കണ്ടെത്തലുണ്ടായോ? അതുകൊണ്ട് ഞാൻ ചോദിച്ചോ എട്ടാം പ്രതിയുടെ കാര്യം? ഞാൻ വേണ്ടിയോ? എട്ടാം പ്രതി എന്നൊരു വാക്ക് ഞാൻ ഈ ചർച്ച പറഞ്ഞിട്ടില്ല. എട്ടാം പ്രതി എന്നൊരു വാക്ക് ഞാൻ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. കോടതിയുടെ മുൻപിലുള്ള കോടതിയുടെ മുൻപിലുള്ള എല്ലാ ക്രിമിനൽ എംപിയും എല്ലാ ക്രിമിനൽ എംസിയും അനുബന്ധ ഹർജികളും നിങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ ഒഴികെ അത് 18-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അങ്ങേക്ക് നാട്ടിലുള്ള എല്ലാ കാര്യവും പറയാൻ സമയമുണ്ട് അല്ലേ? ഞാൻ ചോദിച്ച കാര്യത്തിന് മാത്രം മറുപടി പറയാൻ പറ്റില്ല. അങ്ങ് വിധിയെ കുറിച്ച് പറയും, അങ്ങ് ആനയെ കുറിച്ച് പറയും, അങ്ങ് ചേനയെ കുറിച്ച് പറയും, അങ്ങ് എല്ലാം പറയും. അങ്ങനെ ആരും ആക്സസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ആക്സസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മെമ്മറി കാർഡ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ മെമ്മറി കാർഡിന് തോന്നി എന്റെ ഹാഷ് വാല്യൂ ശരിയല്ല, അത് എനിക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം ശരിയല്ല, മാറ്റിക്കളയാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ മെമ്മറി കാർഡ് പൾസർ സുനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ തോന്നിയതുപോലെ അങ്ങനെ ഇരിക്കുമ്പോൾ മെമ്മറി കാർഡിന് തോന്നി എനിക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം എന്റെ മെമ്മറിയുടെ ഹാഷ് വാല്യൂ നല്ലതല്ല, മാറ്റിക്കളയാം. മാധു അപ്പീലാണ്. ഈ വിധി മാധു അംഗീകരിക്കുന്നില്ല, മാധു അപ്പീലിലാണ്. അവിടുത്തെ പ്രോസിക്യൂട്ടർ വിധി അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പെടുത്തിക്കളയാനുള്ള ഓവർ കോൺഫിഡൻസ് ഒന്നും കാണിക്കല്ലേ. ഞാൻ വിധി അംഗീകരിക്കുന്നില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളോട് നിങ്ങൾ പറയാതിരിക്കാൻ അന്വേഷണത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ എവിടെയാണ് അപ്പീൽ? ഇത് കേൾക്കണം ജനങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന കുറെ നേരമായിട്ട്. ജനങ്ങൾ കേൾക്കട്ടെ. ഫർദർ ഇൻ ദ ആർഗ്യുമെന്റ് നോട്ട് ബൈ the learned special public prosecutor at the last day of hearing. ഇത് നേരത്തെ വായിച്ചല്ലേ? അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. The visuals are not linked. കോടതി അതിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, കണ്ടെത്തലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കോടതി അന്വേഷണം നടത്താതെയാണോ ഇത്തരത്തിലൊരു ഫൈൻഡിങ്സിലേക്ക് വന്നിട്ടുള്ളത്, ഇത്തരത്തിലുള്ള റീസണിംഗിലേക്ക് വന്നിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാവരും ഈ ചേട്ടാൻ വേണ്ടി പോയിട്ടാണോ? സത്യസന്ധമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പറയാം. എവിടെ അദ്ദേഹം സമ്മതിക്കില്ല അല്ലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചോദിക്കട്ടെ, ഒന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കും. അതായത് ഒരു ഫോണിനകത്ത് ഈ മെമ്മറി കാർഡ് ഇട്ടു എന്നത് ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഒരു വിവോ ഫോണിൽ ഇട്ടു. ആരാണ് വിവോ ഫോൺ ഉപയോഗിച്ചത്, എന്തിനാണ് ഇട്ടത് എന്നത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്തെ ഹാഷ് വാല്യൂ മാറാന്ന് പറഞ്ഞാൽ കണ്ടന്റ് 8 ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പക്ഷെ ഇത് ഒരു ഫോണിൽ പോയി തിരിച്ചു വന്നു എന്ന് ഈ മെമ്മറി കാർഡ് എവിടെ പോയാലും മെമ്മറി കാർഡ് അതിൻ്റെ എവിടെയൊക്കെ പോയി എന്നുള്ളത് വന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവോ ഫോണിൽ പോയി വന്നു എന്ന് മെമ്മറി കാർഡ് പറഞ്ഞു. ആരുടേതാണ് വിവോ ഫോൺ, എന്തിനാണ് അവരിട്ടത്, ആരൊക്കെയാണ് കണ്ടത്? ഈ വിവോ ഫോണിൽ നിന്നും ഇത് എഡിറ്റ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ചോദ്യത്തിന്റെ മാത്രം ഉത്തരം എന്നോട് പറഞ്ഞാൽ മതി. ചർച്ച ചെയ്തു പോയ വിഷയങ്ങളാണിത്. ഇല്ലല്ല, ഞാൻ പറയട്ടെ, വിവോ ഫോണ് ദിലീപിന്റെയോ 8-ാം പ്രതിയുടെയോ 1-ാം പ്രതി പൾസറിന്റെയോ കയ്യിൽ ഉണ്ടായിരുന്നെന്നോ അത്തരത്തിലുള്ള വിവോ ഫോണിൽ ഇത് ആക്സസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ഈ പ്രതികളിലേക്ക് പോകുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആരും പ്രതികളുടെ കാര്യമല്ല പറഞ്ഞത്, കോടതിയുടെ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നൊരു കാര്യം പറഞ്ഞത്. അങ്ങ് ഇങ്ങനെ ഈ തലയിൽ കൂടെ തപ്പി നോക്കല്ലേ. പ്രതികളുടെ കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പ്രതികളുടെ കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ വിവോ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് പോകണമെന്നില്ല, കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡ് പോകണമെന്നില്ല. അതിൽ ക്ലാരിറ്റി വരുത്തണം എന്ന കാര്യമേ പറഞ്ഞുള്ളൂ. അതിൽ ക്ലാരിറ്റി വരുത്തണം, അതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. വിവോ ഫോൺ ഈ നാട്ടിൽ നിയമപ്രകാരം പുറത്തിറക്കുന്നതാണെങ്കിൽ ആളുകൾ മേടിക്കും. ശരി ശ്രീജിത്ത് പെരുമന, അല്ലല്ല ശരി, മെമ്മറി കാർഡ് മിണ്ടി പോയാൽ അപ്പോൾ 8-ാം പ്രതി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
തോന്നുന്നില്ല. ഒരൊറ്റ കാര്യമേ പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഇത് നോക്കൂ, ഈ കേസ് റീഓപ്പൺ ചെയ്യും, പുനരന്വേഷണം ഉണ്ടാകും എന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ഇന്ന് വൈകുന്നേരം ആ പെൺകുട്ടി വീണ്ടും ഈ സമൂഹത്തിന് മുന്നിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അത് അവൾക്ക് നേരെ പ്രതീക്ഷയോടെ നോക്കിയ ഒരു വലിയ വിഭാഗം സ്ത്രീകളോടുള്ള സമാശ്വാസമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ തിരുത്താനുള്ള ഒരു ശ്രമമായി മാറും എന്ന പ്രതീക്ഷയോടുകൂടിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്, പ്രേക്ഷകർക്കും.